ഹായ്, ഗുഡ് മോർണിംഗ്. നല്ലൊരു ശനിയാഴ്ച എല്ലാവർക്കും നേരുന്നു. എൻ്റെ കുറച്ച് കൃഷിക്കാഴ്ചകളിലൂടെ ഇന്ന് നമുക്ക് ഞാൻ പ്രീമിയം ക്വാളിറ്റി മണ്ണ് ഇറക്കിയിട്ട് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഈ സൈഡിൽ കണ്ടോ. ഇനി അതിന് തൊട്ടിപ്പുറത്ത് ഈ ഒരു 2 കൊട്ട വീതം നമ്മൾ മണ്ണിട്ടു. നല്ല പ്രീമിയം ക്വാളിറ്റി മണ്ണാണ്. അതിനുശേഷം ഇത് കണ്ടോ, ഈ കൊട്ടയിലെ മൾച്ചാണ്. ഇതുപോലത്തെ 2-3 കൊട്ട മൾച്ചും കൂടെ ഇതിന് മുകളിലേക്ക് ഇടും. അതിനുശേഷം പതുക്കെ മൾച്ച് മാറ്റിയിട്ട് ഈ മണ്ണിലേക്ക് നമ്മുടെ കോവലിൻ്റെ തണ്ട് ചെരിച്ചു വയ്ക്കും. അങ്ങനെയാണ് ഞാൻ കോവൽ നടുന്നത് നോർമലി. അങ്ങനെ കോവൽ നടാനുള്ള പരിപാടിയാണ്. ഇവിടെ ഇപ്പോൾ തണുപ്പാണ്, വിൻ്ററാണ്. ഇനിയിപ്പോൾ 1 മാസം കൂടെ വിൻ്റർ ഉണ്ട്, ഓഗസ്റ്റും കൂടെ. പക്ഷേ ഈ ജൂലൈ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഓഗസ്റ്റ് 2nd വീക്കൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ വെതർ കുറച്ചും കൂടെ ഒന്ന് വാമപ്പ് ആവും. അപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മിഡോടെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ സെപ്റ്റംബർ എൻഡ് അല്ലെങ്കിൽ ഒക്ടോബർ ആകുമ്പോൾ നമുക്ക് കോവയ്ക്ക പറിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം തന്നെ പരിപാടികൾ തുടങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ കോവൻ്റെ ഒരു പന്തൽ. അതിൻ്റെ നടുവിൽ ഞാൻ വീട് മാറ്റിയിട്ടിരിക്കുകയാണ്. വീട് മാറ്റിയിട്ട് എന്താ വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കള കയറി പിടിക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഇത് വെക്കുന്നു, കോവൽ വെക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മളിടയ്ക്ക് വെള്ളം ഒഴിക്കുന്നു. അതിൻ്റെ കൂടെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നെക്സ്റ്റ് കുറച്ച് കൗ മാനുവർ, അതായത് ചാണകവും കുറച്ച് കോഴിക്കാഷ്ടം കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് നനച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 5-6 മാസത്തേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ല. കാര്യമായിട്ടൊന്നും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക, പുല്ലൊന്ന് പറിച്ചു കൊടുക്കുക. പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ, അതായത് ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ അതും ഫംഗിസൈഡും കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കുക. അതായത് പൂപ്പൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പൂപ്പൽ പിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ തൻ്റെ കൂടെയൊക്കെ വെള്ള അതിന് ഫംഗിസൈഡ് കിട്ടും, ഓർഗാനിക് ഫംഗിസൈഡ് ഇവിടെ കിട്ടും. അതും നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലാത്ത ഓർഗാനിക് കിട്ടുന്ന ഫെർട്ടിലൈസർ, അതായത് നമ്മുടെ ഈ മീൻവളമൊക്കെ ഇല്ലേ, അതുപോലെ ഇവിടെ ശരിക്കും ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള കിട്ടും. അതും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോവയ്ക്ക ജഗപൊക്കെയായിട്ട് പറിക്കാം. ഒരു ചെറുകുല പഴുത്ത് നിൽക്കുന്നു. ഇന്നിപ്പോൾ ഒരെണ്ണം വെട്ടിയൊരു കസ്റ്റമർ വന്നായിരുന്നു, പുള്ളിക്ക് കൊടുത്തതേ ഉള്ളൂ ഇപ്പം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കോവയ്ക്ക വിശേഷങ്ങൾ. അതിനുശേഷം കുറച്ച് പരിപാടികളും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് കമീലിയ പ്ലാന്റ് മേടിച്ചു, അതൊന്ന് റീപോർട്ട് ചെയ്യണം. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ മണ്ണിട്ടു. അതിന് മുകളിൽ ഇത് കണ്ടോ, മൾച്ച് 2 കൊട്ട മൾച്ച് വീതം ഇട്ടിരിക്കുകയാണ്. ഇത് നേരത്തെ പന്തലാണ്, പക്ഷേ ഞാൻ അതിൽ പുതിയ കോവലിൻ്റെ തണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം എടുക്കുമായിരിക്കും ചിലപ്പോൾ ഒന്ന് ഗ്രോ ആവാൻ വേണ്ടി, എന്നാലും കുഴപ്പമില്ല.